ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല എന്നതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന നടിയുടെ പരാതിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടലുണ്ടായത്. മുൻകൂർ ജാമ്യം തള്ളിയതോടെ അടുത്ത നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നു. അറസ്റ്റ് സാധ്യത ഇപ്പോഴും സജീവമാണ്. സിദ്ദിഖിന്റെ അറസ്റ്റിനുള്ള സാധ്യത ഏറി എന്ന വിവരം വന്നതിന് പിന്നാലെ അദ്ദേഹം ഒളിവിൽ പോയി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വീട്ടിൽ സിദ്ദിഖില്ല. ശക്തമായ സാഹചര്യ തെളിവുകൾ സിദ്ദിഖിനെതിരെ ഉണ്ട് എന്നാണ് കോടതിയുടെയും വിലയിരുത്തൽ. അന്വേഷണ സംഘം അക്കാര്യം ഹൈക്കോടതിയെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ രേഖാമൂലം അറിയിച്ചിരുന്നു. ഇപ്പോൾ അശ്വിൻ പാലാഴി സിദ്ദിഖിന്റെ പടമുകൾ കാക്കനാട് പടമുകളിലെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഈ മുൻകൂർ ജാമ്യം കിട്ടും എന്നൊരു പ്രതീക്ഷ സിദ്ദിഖിന് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ സിദ്ദിഖ് കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ജാമ്യം കിട്ടും എന്ന് കരുതി എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ മുകേഷിന് ജാമ്യം കിട്ടി. ഈ ഇത്തരം ആരോപണങ്ങൾ നേരിട്ട പലർക്കും ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് ഈ കേസിലും ജാമ്യം നൽകുമെന്നൊരു ധാരണയിലാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയതെന്നാണ് തോന്നുന്നത് അല്ലേ? അങ്ങനെ തന്നെ കരുതേണ്ടി വരും ബിജുകുമാർ. കാരണം ഈ ലൈംഗിക ആരോപണ കേസുകളിൽ മറ്റെല്ലാവർക്കും ജാമ്യം ലഭിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊക്കെ വലിയ പ്രതീക്ഷയും ഒക്കെ സിദ്ദിഖിനുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേസ് പരിഗണിക്കുന്ന ദിവസം പോലും അദ്ദേഹം ഈ പടമുകളിലുള്ള വീട്ടിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിയത്. അതിനുശേഷം ഈ കേസിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായ ശേഷം ഇവിടുന്ന് മടങ്ങാമെന്നുള്ള ധാരണയിലായിരുന്നു അദ്ദേഹം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി വരെ പടമുകളിലുള്ള ഈ വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒപ്പം ഇദ്ദേഹത്തിൻ്റെ 2 വീടുകളാണ് കൊച്ചിയിലുള്ളത്. ഒന്ന് പടമുകളിലെ വീടും മറ്റൊന്ന് എടത്തലയിലുള്ള വീടുമാണ്. ഈ 2 വീടുകളിലും ഇപ്പോൾ ഇദ്ദേഹം ഇല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹത്തെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ, ഈ വിധി വരുന്നതിന് മുമ്പ്, ജാമ്യാപേക്ഷ തള്ളുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ 2 മൊബൈൽ നമ്പറുകളും മൊബൈൽ ഫോണുകളും അദ്ദേഹം സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ വീട്ടിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിലെടുത്ത് സിദ്ദിഖിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ മുന്നോട്ട് പോക്കിനൊക്കെ സാധിക്കൂ എന്നുള്ള ഒരു നിലപാടാണ് പ്രോസിക്യൂഷൻ ഇന്നെടുത്തത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും SITയുടെ തുടർ നീക്കങ്ങൾ അറസ്റ്റ് എന്നുള്ളതാകുമെന്നുള്ള 100% ബോധ്യം സിദ്ദിഖിനുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എവിടെയാണ് സിദ്ദിഖ്, അദ്ദേഹത്തിൻ്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനടക്കം പ്രതികരിക്കേണ്ടതുണ്ട്. ജാമ്യാപേക്ഷയുടെ പകർപ്പ് ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകും, പരസ്യ പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സിദ്ദിഖ് കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ 100% ബോധ്യം ഒരു സാഹചര്യത്തിൽ എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ ഇത് ഒരു മറ്റുള്ളവർക്ക് ജാമ്യം ലഭിച്ചതുപോലെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കും എന്നൊരു ചിന്തയും അല്ലെങ്കിൽ ഒരു സമ്മിശ്ര വികാരം ഈ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനുണ്ടായ ഒരു ആശയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഊരിപ്പോരാൻ പറ്റുന്ന ഒരു കേസല്ല ഇത് എന്ന് കോടതി തന്നെ ഈ പ്രതിയെ അറിയിക്കുകയാണ് ഈ ഉത്തരവിൽ. കാരണം കോടതി പറയുന്നുണ്ട്, ഈ പ്രഥമ ദൃഷ്ട്യാ ഈ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി വിലയിരുത്തുന്നുണ്ട്. മറ്റൊന്ന്, പരാതി നൽകാനുള്ള കാലതാമസം അതൊരു കുറ്റമായി കണക്കാക്കാനാവില്ല ഇത്തരം കേസുകളിൽ എന്ന് കോടതി വളരെ ഗൗരവത്തിലൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇരയെ വ്യക്തിഹത്യ ചെയ്യരുത് എന്ന് കോടതി ഈ പ്രതിക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രതിയുടെ സ്വാധീനം മലയാള സിനിമയിലെ ഒരു സജീവ സാന്നിധ്യമാണ്. മലയാള സിനിമയിലെ സംഘടനാ ബന്ധങ്ങളുള്ളയാളാണ്, അതിൻ്റെ തലപ്പത്തുള്ളയാളായിരുന്നു, ഇപ്പോഴും അതിൽ സ്വാധീനമുണ്ട്. അങ്ങനെ സ്വാധീനം ഉപയോഗിച്ച് ഇരയെ വ്യക്തിഹത്യ ചെയ്യരുത്, അതിജീവിതയെ വ്യക്തിഹത്യ ചെയ്യരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി അത് കേവലം ഈ പ്രതിക്ക് മാത്രമല്ല പ്രതിയോടൊപ്പമുള്ളവർക്ക് കൂടി ബാധകമാണ്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇനി ഈ നടൻ്റെ ആരാധകരെന്ന മട്ടിൽ ആളുകൾ വന്ന് അതിജീവിതയെ, പരാതിക്കാരിയെ ആക്ഷേപിക്കുന്ന, വ്യക്തിഹത്യ നടത്തുന്ന പരാമർശങ്ങളുമായി വരരുത് എന്നത് കോടതി ഒരു മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. കാരണം അങ്ങനെ വരുന്നവർക്കെതിരെ വീണ്ടും നിയമ നടപടിയിലേക്ക് പോകും. അതിന് SITക്ക് അധികാരമുണ്ട്, പോലീസിന് അധികാരമുണ്ട്. അവരത് ആ വഴിക്ക് പോവുകയും ചെയ്യും. പരാതി നൽകുന്നതിലെ കാലതാമസത്തിൽ സുപ്രീം കോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കേസുകളിൽ ഏത് ഘട്ടത്തിലും പരാതിക്കാർക്ക്, അതിജീവിതയ്ക്ക്, ഇരയ്ക്ക് പുറത്തു വന്ന് കാര്യങ്ങൾ പറയാനും നിയമപരമായി അതിന് പോംവഴി കണ്ടെത്താനുമുള്ള നിയമപരമായ അവകാശം അത് നിലനിൽക്കും എന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നിർഭയ കേസിന് ശേഷം രാജ്യത്തുണ്ടായ നിയമനിർമ്മാണങ്ങൾ, കോടതികളിലുണ്ടായ സമീപനങ്ങളൊക്കെ അതിജീവിതയെ ഏതൊക്കെ ഘട്ടത്തിൽ നിയമപരമായി സഹായിക്കാൻ കഴിയുമോ ആ ഘട്ടത്തിലൊക്കെ അവർക്ക്
നടന്മാർക്ക് നിയമപരമായ പിന്തുണ കോടതികൾ നൽകി വരുന്നുണ്ട്. ഈ കേസിലും അത് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് കോടതി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. പരാതി നൽകാനുള്ള കാലതാമസം കുറ്റമായി കാണാനാകില്ല എന്ന് ഇവിടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെക്കൊണ്ട് കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി ശ്രീകാന്ത്, ഉത്തരവിലെ കൂടുതൽ വിവരങ്ങൾ വരികയാണ്. അപ്പോൾ എത്രത്തോളം ഗൗരവത്തിൽ ഈ കേസിനെ സമീപിക്കുന്നുണ്ട് കോടതി എന്ന് ആ പരാമർശങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇത് അന്വേഷണ സംഘത്തിനു കൂടിയുള്ള മുന്നറിയിപ്പാണ്. സ്വാധീനമുള്ള ഒരു പ്രതി, അയാൾ പുറത്തു നിൽക്കുന്നത് ഈ അതിജീവിതയ്ക്ക് ഭീഷണിയാണ്. തന്നെയുമല്ല, കേസിനെ ദുർബലപ്പെടുത്തും, സാക്ഷികളെ സ്വാധീനിക്കും. വർഷങ്ങൾ പഴക്കമുള്ള കേസാണ്. അപ്പോൾ അത്തരം സാങ്കേതികത്വമൊക്കെ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നൊരു സന്ദേശമാണ് SITക്ക് ഈ ഉത്തരവ് നൽകുന്നത്, കോടതി നൽകുന്നത്, അല്ലേ? വിജയകുമാർ, ഇതിൽ കോടതി നടത്തിയ പരാമർശങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും ഒടുവിലായി നമ്മൾ ഈ നൽകിയിരിക്കുന്നത്. അതായത് പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നെ നടൻ സിദ്ദിഖ് കനത്ത പ്രതിരോധത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതായത് SITക്ക് നിർഭയം മുന്നോട്ട് നീങ്ങൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ കോടതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, സിദ്ദിഖിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, പരാതി നൽകാൻ വലിയ കാലതാമസമെടുത്തു എന്നുള്ളതാണ്. ഇത് വെളിപ്പെടുത്തി ഇപ്പോൾ കേസ് നൽകാനും കേസുമായി മുന്നോട്ട് പോകാനും കാലതാമസമെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതിന് കോടതി കൊടുത്ത ഒരു മറുപടി ഇപ്രകാരമാണ്: പരാതി നൽകാനുള്ള കാലതാമസം ഒരു കുറ്റമായൊന്നും കാണരുത് എന്ന് കോടതി പറയുന്നു. പരാതി നൽകുന്നതിലെ കാലതാമസത്തിൽ സുപ്രീം കോടതി തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഒരു മുന്നറിയിപ്പുണ്ട്: ഇരയെ വ്യക്തിഹത്യ നടത്തരുത്, അങ്ങനെ കൂടി പറഞ്ഞു വെക്കുന്നു കോടതി. ഇനി ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, വിജയകുമാർ, എന്തുകൊണ്ടാണ് മറ്റ് നടന്മാർക്കും സിദ്ദിഖിനും തമ്മിൽ ഒരു വ്യത്യാസം വന്നു, കോടതി ഇടപെടലിൽ വ്യത്യാസം വന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർക്കെതിരെ ഉണ്ടായിരുന്നത് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ്, 354 പോലെ, ലൈംഗികാതിക്രമം പോലെയുള്ള വകുപ്പുകളാണ്. പക്ഷേ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ചുമത്തിയത് 376 വകുപ്പാണ്. ഇതനുസരിച്ച് ബലാത്സംഗത്തിന് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടേക്കാവുന്നതുമായ തടവ് ശിക്ഷയും പിഴയുമാണ് കിട്ടുന്നത്. അതിനാൽ തന്നെയാണ് സിദ്ദിഖിന് വലിയ കീറാമുട്ടിയായി ഈ കേസ് മാറിയതും ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതും. അഭിഭാഷകനുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാൽ അപ്പീൽ നൽകും എന്നുള്ളതാണ്. ഇനി സുപ്രീം കോടതിയാണ് അവരുടെ മുന്നിലുള്ള പോംവഴി, അത് തിരഞ്ഞെടുക്കും അവർ. പക്ഷേ അത്രയും സമയം SIT കാത്തിരിക്കുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. സാധാരണ ഒരു മുൻകൂർ ജാമ്യ ഹർജിയൊക്കെ ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കൊടുത്താൽ അന്വേഷണ സംഘം അതിന്റെ തീരുമാനം അറിയും വരെ കാത്തിരിക്കാറുണ്ട്. അത് കോടതിയോടുള്ള ബഹുമാന സൂചകമായാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെയുള്ള ഗ്രേവ് ഒഫൻസുകളിൽ, 376 പോലെയുള്ള ഗ്രേവ് ഒഫൻസുകളിൽ അത് പ്രതീക്ഷിക്കേണ്ട വിജയകുമാർ. കിട്ടിയാൽ അറസ്റ്റ് ചെയ്യും, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. പക്ഷേ SIT എന്താണ് തീരുമാനിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണണം. അവരുമായി നേരത്തെ കേട്ടിരുന്നത് തിടുക്കത്തിൽ ഈ സിനിമാ താരങ്ങളെ ഒന്നും അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് ചില വാർത്തകൾ വന്നിരുന്നു. അതിന്റെ ഔദ്യോഗിക എന്തെങ്കിലും ഒരു വിശദീകരണമോ മറുപടിയോ ഒന്നും വന്നിരുന്നില്ല. സിനിമാ താരങ്ങളെ ഇത്തരം കേസുകളിൽ പ്രതികളായാൽ അങ്ങനെ തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടതില്ല, അവർക്ക് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് സമയം കൊടുക്കണമെന്ന് പോലീസിൽ ഒരു വാക്കാലുള്ള നിർദ്ദേശം ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നതായി കേട്ടിരുന്നു. നമുക്ക് അതിൽ സ്ഥിരീകരണമൊന്നുമില്ല. ഇപ്പോഴും അത് നിൽക്കുന്നുണ്ടോ എന്നറിയില്ല. ഇനി ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീം കോടതിയിലേക്ക് പോകാനോ ഒക്കെയുള്ള സാവകാശം ഈ പ്രതിക്ക് കിട്ടുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കോടതി വളരെ ഗൗരവത്തിൽ തന്നെ അത് കാണുന്നുണ്ട്. കോടതി ഇതിൽ ഈ സാഹചര്യ തെളിവുകൾ ഈ പ്രതിക്കെതിരാണ്, ഈ പരാതി നൽകാനുള്ള കാലതാമസം അത് പ്രതിയെ സഹായിക്കുന്ന ഒരു ഘടകമാകില്ല. സുപ്രീം കോടതി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഇരയെ ഭീഷണിപ്പെടുത്താനോ അവരെ സ്വാധീനിക്കാനോ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ കോടതി ഒരു മുന്നറിയിപ്പ് കൂടി ഈ ഉത്തരവിൽ നൽകുന്നുണ്ട്. അപ്പോൾ കോടതി അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എഴുതിയിരിക്കുന്ന ഈ പരാമർശങ്ങളും നിരീക്ഷണങ്ങളും സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അത് ഈ പ്രതിഭാഗത്തിന് ഒരു തിരിച്ചടി തന്നെയാണ്. അത് അവിടെയും കോടതി അത് ചോദ്യം ചെയ്യപ്പെടുകയും കോടതി ആ വിഷയം ഉന്നയിക്കുകയും ചെയ്യും. പ്രോസിക്യൂഷന് ഗൗരവമുള്ള ഒരു പിടിവള്ളി കൂടി ഈ ഹൈക്കോടതി ജാമ്യാപേക്ഷ നിരാകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ ഉണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ്. സാഹചര്യ തെളിവുകൾ ഇവിടെ പ്രതിക്കെതിരാണ്. അതിജീവിതയുടെ മൊഴി അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് ആഴത്തിൽ കടക്കാതെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ച് തന്നെ വിലയിരുത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുതന്നെയാണ് ഈ കേസ് എത്ര സ്ട്രോങ് ആണ്, ഇത്ര ഗൗരവമുള്ളതാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നത് ഈ കോടതി പരാമർശങ്ങൾ തന്നെയാണ്. വിശദാംശങ്ങളാണ് ശ്രീകാന്ത് നൽകിയത്.